ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നലെ ഞാൻ ജസ്റ്റ് എന്താ പറയുക അതിനെക്കുറിച്ച് ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മൈൻഡിൽ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം എൻ്റെ വീഡിയോ കാരണം മറ്റൊരാൾക്കതൊരു വേദന ഉണ്ടാക്കരുത്. മീൻസ് ഇപ്പം നമ്മളിപ്പോൾ ചില ആൾക്കാരുണ്ട് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെ പിന്നെ അറിയാത്ത കാര്യങ്ങളൊക്കെ തംബ്ലൈൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അങ്ങനെ ശരിക്കും അങ്ങനെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക ഓരോരോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തംബ്ലൈനിൽ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ശരിക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാകാൻ പാടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാരണം വേറൊരു ഫാമിലിക്ക് എന്തെങ്കിലും ഹേർട്ടിങ് ഉണ്ടാവുമോ എന്നുള്ള ചിന്ത വരരുത് ശരിക്കും. പക്ഷേ ഞാൻ പറയുന്ന ഓരോ വാക്കും എനിക്ക് വിലപ്പെട്ടതാണ്. ഞാൻ കാരണം ഒരാൾ വേദനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എനിക്കൊരു ടോപ്പിക്കിൽ തന്നെ സ്റ്റക്കായി നിൽക്കണമെന്ന് താല്പര്യമില്ല. പക്ഷേ എനിക്കൊരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കതിന് റിയാക്ട് ചെയ്യണം തോന്നി കേട്ടോ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുലിൻ്റെ ഒരു വ്ളോഗിലാണ് റിയാക്ഷൻ വീഡിയോയിലാണ് ഞാൻ അത് കണ്ടിട്ടുള്ളത്. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ. കാരണം ഇനി ന്യൂസ് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഷോക്കിങ്ങാണ്. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഇവിടെ അല്ല ഇതൊന്നല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വിഷയത്തെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. അതായത് നമ്മുടെ അഖിൽ NRD നിങ്ങൾക്ക് അറിയാനുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ കുറച്ച് കാര്യങ്ങൾ സൈഡിൽ കൊടുക്കാം കേട്ടോ. അതായത് അഖിൽ NRDൻ്റെ വൈഫ് മേഘ, അവൾ ഒളിച്ചോടി പോയി. ഒരു 10 മണി ആ ഒരു ടൈമിൽ 2-3 ദിവസം മുമ്പ് ഒളിച്ചോടി പോയി. അത് ബസ് കണ്ടക്ടറുമായിട്ടാണ് ഒളിച്ചോടി പോയത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വൈറലാണ്. ഓക്കെ, അപ്പോൾ അഖിൽ NRD കേസ് കൊടുത്തതിൻ്റെ ബേസിലാണ് CCTV വിഷ്വൽസൊക്കെ പരിശോധിച്ചത്. അങ്ങനെയാണ് ഇത് കണ്ടെത്തിയെന്നുള്ളതാണ് പൊതുവെ പറയുന്നൊരു കാര്യം. ഓക്കെ, അപ്പോൾ അതിന് വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ബസ് കണ്ടക്ടറിൻ്റെ പിക്ചറും നമ്മൾ ഇവിടെ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാം കേട്ടോ. സോ ഇതിനെക്കുറിച്ച് പറയാം. അവരെക്കുറിച്ച് മാത്രമല്ല, അവർക്കെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഈ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കുറിച്ചുകൂടി പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് അറിയുന്നതെന്നുണ്ടെങ്കിൽ സൈഡിലായിട്ട് നമുക്ക് ഇവരുടെ ഒരു ഇത് കാണാം. അഖിൽ കുറിച്ച് ഷോർട്ടായിട്ട് അവരുടെ റീൽസും കാര്യങ്ങളും നമുക്കിവിടെ കൊടുക്കാം കേട്ടോ. അവരുടെ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ സൈഡിൽ കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പർച്ചേസിങ്ങിന് പോയാലോ എന്നാലോചിച്ചത്. എപ്പോഴത്തേക്കും പുറത്തു പോകുമ്പോ മഞ്ഞൾ തേച്ചാലും ഇതാണ് എന്റെ അവസ്ഥ. ഇപ്പൊ കണ്ടില്ലേ, അടുക്കളയിലെ മഞ്ഞൾപ്പൊടി നേരിട്ടെടുത്ത് തേച്ചൊരുങ്ങിയതുപോലെ. എനിക്ക് മുഖത്തൊരു ഗ്ലോ ആയിരുന്നു വേണ്ടത്, അല്ലാതെ ഇതുപോലെ സ്റ്റെയിൻ അല്ല. അതിന് ഇതുണ്ടല്ലോ, ഈ സമയത്ത് ഇങ്ങനെ ഗ്ലോ കിട്ടുന്നതാണ് നല്ലത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ആദ്യം തന്നെ ഒരു ഗ്ലോയി ബേസിനായി നമുക്ക് ഈ ഫേസ് സ്കാനറുടെ സ്ട്രോപ്പ് സിറം അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് നമുക്ക് കിട്ടുന്നത്. ലുക്ക് അറ്റ് ദാറ്റ് ഗ്ലോ. ഇതിൽ 10% അപ്പോൾ അതുലിൻ്റെ റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫുള്ളും ഇതാണല്ലോ. അതായത് ഈ അഖിൽ NRDൻ്റെ വൈഫിൻ്റെ, അതായത് മേഘയുടെ ഒളിച്ചോട്ടം കാര്യങ്ങളൊക്കെ ആകെ വൈറലായിട്ടായി. അതിൻ്റെ ബേസിൽ ഓരോ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നു. അതിനെ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ ഇഷ്ടംപോലെ യൂട്യൂബ് ആയാലും ഇൻസ്റ്റയിലും ഫുള്ളും ഇപ്പോൾ ഇതാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു കാര്യം, ഒരാൾ ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്ററുടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അതായത് ഭാര്യ ഒളിച്ചോടിയ ബസ് കണ്ടക്ടറുമായിട്ട് ഒളിച്ചോടിയ സങ്കടത്തിൽ ആത്മഹത്യ ചെയ്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തോന്നിടേ, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മളൊരാൾക്ക് നമുക്ക് ഉള്ളത് നമ്മൾ സംസാരിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് ഈ റിയാക്ഷൻ വേണ്ടി ഉദ്ദേശിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ് അതിന് ഉപയോഗിക്കാം. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് നോക്കിയിട്ട് ന്യൂസ് വെച്ചിട്ട് നമ്മളായിട്ട് കഥ മെനയുന്നത് എന്തിനാ?
നമ്മുടെ ഒരു ക്രിയേഷൻ കൂടി ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ അവർ ആകെ തളർന്നിരിക്കുമായിരിക്കും. ഇപ്പോൾ അഖിലിൻ്റെ കേസൊക്കെ ആണെങ്കിലും എല്ലാവരും അറിഞ്ഞ് ആകെ ഒരുമാതിരി ഗതികെട്ട അവസ്ഥയിൽ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ പോസ്റ്റൊക്കെ ഇട്ട് അവരെ എന്തിനാ വെറുതെ ഇടങ്ങേറാക്കുന്നത്? എന്താ പറയുക, നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ, അതായത് അവർക്കെതിരെ പറയണം അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മേഘയ്ക്കെതിരെയോ അഖിലിനെതിരെയോ ഒന്നും സംസാരിക്കേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ അവർ എന്താണെന്നുള്ളത്, അവിടെ എന്താ സംഭവിച്ചത്, അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് അഖിലിൻ്റെ മിസ്റ്റേക്കാണോ, അതായത് മേഘേൻ്റെ മിസ്റ്റേക്കാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു ദൃശ്യപ്രകാരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു CCTV ദൃശ്യപ്രകാരം മേഘ ചെയ്തത് വളരെ തെറ്റാണ് അല്ലേ? ഒളിച്ചോടുന്നത്, അതായത് ഡിവോഴ്സ് എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിട്ടും ഒളിച്ചോടുന്നത് തെറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ മേഘേനെ തെറ്റ് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതിൻ്റെ ബേസിൽ അതിൻ്റെ ഫ്ലാഷ് ബാക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്നതുകൊണ്ടാണ് മേഘ ഒളിച്ചോടി പോയത്, അഖിലിന് കഴിവില്ലാത്തതുകൊണ്ടാണ്, അഖിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ്, അങ്ങനെ ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അവർ രണ്ടാളും ഓൺ വോയിസ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചൊരു പ്രതികരണമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. ആ മുന്നോട്ട് വരാത്ത പക്ഷം അത് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ അല്ലേ? അതല്ലാതെ അവർ വരുന്നത് വരെ അവരെന്തെങ്കിലും പറയട്ടെ, അവരെന്തെങ്കിലും പറഞ്ഞതിന് ശേഷം നമുക്കതിനൊരു ഒപ്പീനിയനായിട്ട് വരാം. അല്ലാതെ അവർ പറയാത്ത സ്ഥിതിക്ക് അതെന്താണെന്നുള്ളത് നമുക്കറിയില്ല. അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കതിനൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ അല്ലേ? അല്ലാതെ അവർ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ അഖിലിന് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യാതെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.